എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ITI ചെറിയമണ്ടത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇനി നമുക്ക് ആ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റി ഉപഭോക്താവിൻ്റെ അടുക്കലേക്ക് എത്തിക്കണം. അതിന് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ പറഞ്ഞതാണ്. നിങ്ങളെ ഓർമ്മയിലേക്ക് വേണ്ടി അതിൻ്റെ ചെറിയൊരു ഡയഗ്രാമാണ് കൊടുത്തുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു എനർജി സോഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു പ്രൈം മൂവർ റൊട്ടേറ്റ് ചെയ്യിക്കും. ആ പ്രൈം മൂവറിൽ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ മെക്കാനിക്കൽ എനർജിയെ ഒരു ഷാഫ്റ്റ് വഴി നമ്മൾ അൾട്ടർനേറ്ററിലേക്ക് കപ്പിൾ ചെയ്യും. ഈ അൾട്ടർനേറ്റർ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് ഇലക്ട്രിസിറ്റി ലഭിക്കും. അങ്ങനെയാണ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഈ സോഴ്സുകൾ വ്യത്യസ്തങ്ങളാവാം. ഹീറ്റ് എനർജി ആവാം, വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആവാം, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എനർജി ആവാം. ഇനി നമുക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റിയെ ഉപഭോക്താവിൻ്റെ അടുക്കലേക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം. ദി കൺവേയൻസ് ഓഫ് ഇലക്ട്രിക്കൽ പവർ ഫ്രം എ പവർ സ്റ്റേഷൻ ടു ദി കൺസ്യൂമർ പെർമിസസ് ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം. ഇലക്ട്രിക് പവറിനെ പവർ സ്റ്റേഷനിൽ നിന്ന് കൺസ്യൂമർ ഉപഭോക്താവിൻ്റെ പെർമിസസിലേക്ക് എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം. അതിന് നമ്മൾ താഴെ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. DC ഓർ AC സിസ്റ്റം. നമ്മൾ ഈ പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടി DC പവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് DC സിസ്റ്റം എന്ന് പറയും. AC പവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ AC സിസ്റ്റം എന്ന് പറയും. അതുപോലെ ഓവർ ഹെഡ് ലൈൻസ് ഓർ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. നമ്മൾ ഈ പവർ സപ്ലൈ ചെയ്യാൻ ഓവർ ഹെഡ് ലൈൻസിനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഓവർ ഹെഡ് സിസ്റ്റം എന്ന് പറയും, OH സിസ്റ്റം എന്ന് പറയും. അതുപോലെ അണ്ടർഗ്രൗണ്ട് കേബിൾസാണ് നമ്മൾ ഈ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം എന്ന് പറയും. There are 3 components in electrical supply system. They are the power station or plant, 2, the transmission lines, 3, the distribution system. ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തിന് മൂന്നായിട്ട് നമ്മൾ അതിൽ പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ഉണ്ട്. 1 ജനറേറ്റിംഗ് സ്റ്റേഷനാണ്, 2 ട്രാൻസ്മിഷൻ ലൈൻസ് ആണ്, 3 ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ആണ്. ടിപ്പിക്കൽ AC പവർ സപ്ലൈ സ്കീം. നമുക്ക് പവർ സ്റ്റേഷനിൽ നിന്ന് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് ഇലക്ട്രിക് പവർ എത്തിക്കണം. അതിനുവേണ്ടി ലാർജ് നെറ്റ്വർക്ക് ഓഫ് കണ്ടക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനമായിട്ട് നമ്മൾ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 ട്രാൻസ്മിഷൻ സിസ്റ്റം, 2 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ ട്രാൻസ്മിഷൻ സിസ്റ്റം തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ട്രാൻസ്മിഷൻ ആൻഡ് സെക്കൻഡറി ട്രാൻസ്മിഷൻ. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ചില സ്കീമുകളിൽ പ്രൈമറി ട്രാൻസ്മിഷൻ മാത്രമേ ഉണ്ടാവൂ, സെക്കൻഡറി ട്രാൻസ്മിഷൻ ഉണ്ടാവില്ല. ചില സ്കീമുകളിൽ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് ഉണ്ടാവില്ല, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകൾ മാത്രമേ ഉണ്ടാവൂ. അതായത് ലോഡ് സെൻറ്റേഴ്സിൻ്റെ അടുത്താണ് ഈ പവർ സ്റ്റേഷൻ എങ്കിൽ നമുക്ക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല, അവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രം മതിയാവും. ഒരു ടിപ്പിക്കൽ പവർ സപ്ലൈ സ്കീമിൽ പ്രൈമറി ട്രാൻസ്മിഷനും സെക്കൻഡറി ട്രാൻസ്മിഷനും ഉണ്ടാവും. അതുപോലെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവും. നമുക്ക് ഈ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഈ ഡയഗ്രത്തിൽ GS എന്ന് കാണിച്ചുള്ളത് ജനറേറ്റിംഗ് സ്റ്റേഷനാണ്. ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഒന്നിലധികം അൾട്ടർനേറ്റേഴ്സ് ഉണ്ടാവാം. അവ ഇലക്ട്രിക് പവർ പ്രൊഡ്യൂസ് ചെയ്യും.
ഇന്ത്യയിൽ ജനറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് പവർ 11 kV ആണ്. ഓർത്തിരിക്കണം, 11 kV പവറാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പവർ സ്റ്റേഷനിൽ ഒന്നിലധികം അൾട്ടർനേറ്റേഴ്സ് ഉണ്ടാവുമെങ്കിൽ അതിനെ നമ്മൾ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. പാരലൽ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അൾട്ടർനേറ്റർ പറഞ്ഞപ്പോൾ പഠിച്ചതാണ്. ഇനി ആ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ഈ പ്രൊഡ്യൂസ് ചെയ്ത 11 kVയെ 132 kV അല്ലെങ്കിൽ 220 kV ഒക്കെ ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യും യൂസിങ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്. ഇനി പ്രൈമറി ട്രാൻസ്മിഷൻ, നമ്മൾ ഈ സ്റ്റെപ്പ് അപ്പ് ചെയ്ത വോൾട്ടേജ് ആയിട്ടുള്ള 132 kVയെ ഒരു റിസീവിംഗ് സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ റിസീവിംഗ് സ്റ്റേഷനിൽ ഈ 132 kVയെ 33 kV ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അതിന് പറയുന്ന പേരാണ് പ്രൈമറി ട്രാൻസ്മിഷൻ. നമ്മൾ ഈ പ്രൈമറി ട്രാൻസ്മിഷന് വേണ്ടി 3 phase 3 wire ഓവർഹെഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. 3 phase 3 wire എന്ന് പറഞ്ഞാൽ 3 phase ആണ്, 3 phase ഉണ്ടാവും RYB. അപ്പോൾ അതുകൊണ്ട് അത് 3 wire സിസ്റ്റമാണ്. OH സിസ്റ്റം, ഓവർഹെഡ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് സെക്കൻഡറി ട്രാൻസ്മിഷൻ? നമ്മൾ ഈ റിസീവിംഗ് സ്റ്റേഷനിൽ ഈ 132 kVയെ 33 kV ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ഇനി ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത 33 kVയെ ലോഡ് സെൻറ്റേഴ്സിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അവിടെ സബ്സ്റ്റേഷനിൽ വെച്ച് ഈ 33 kVയെ 11 kV ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഈ ഒരു ഏരിയ പറയുന്ന പേരാണ് സെക്കൻഡറി ട്രാൻസ്മിഷൻ. അതായത് ഈ 33 kVയെ സബ്സ്റ്റേഷനുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സെക്കൻഡറി ട്രാൻസ്മിഷൻ. ഈ സബ്സ്റ്റേഷൻസ് ലോഡ് സെൻറ്റേഴ്സിലാവും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ സെക്കൻഡറി ട്രാൻസ്മിഷന് വേണ്ടിയും 3 phase 3 wire സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ഈ സബ്സ്റ്റേഷനിൽ വെച്ച് 33 kVയെ 11 kV ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ഇനി 11 kVയെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകളിലേക്ക് എത്തിക്കണം. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ട്രാൻസ്ഫോമേഴ്സ്, അതിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ എന്ന് പറയും. ആ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനിലേക്ക് ഈ 11 kVയെ എത്തിക്കുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ബിഗ്ഗർ കൺസ്യൂമേഴ്സിന് 50 kW മുകളിൽ പവർ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് നമ്മൾ ഡയറക്റ്റായിട്ട് 11 kV പ്രൊവൈഡ് ചെയ്യും. അതും ചെയ്യുന്നത് ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. ഈ ക്രഷർ, ഈ പമ്പ് ഹൗസ്, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അങ്ങനത്തെ വലിയ ഹോസ്പിറ്റലുകളൊക്കെ 50 kW പവർ അതിൽ മുകളിൽ ഡിമാൻഡുള്ള ലോഡുകളിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് 11 kV പ്രൊവൈഡ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷന് നമ്മൾ 3 phase 3 wire സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഈ 11 kVയെ 400 വോൾട്ട് അല്ലെങ്കിൽ 415 വോൾട്ടായിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. നമ്മൾ ഈ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ യൂസ് ചെയ്യുന്നത് 3 phase 4 wire സിസ്റ്റമാണ്. നമുക്ക് സിംഗിൾ ഫേസ് ലോഡ്സിന് നമ്മൾ ഒരു ഫേസും ന്യൂട്രും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ 3 phase ലോഡ്സിന് നമ്മൾ ഈ 415 വോൾട്ട് പ്രൊവൈഡ് ചെയ്യും വിത്ത് 3 wire. അപ്പോൾ ഈ 2 ഫേസുകളുടെ ഇടയിലുള്ള വോൾട്ടേജ് 400 അല്ലെങ്കിൽ 415 വോൾട്ട് ആയിരിക്കും. ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള വോൾട്ടേജ് 230 വോൾട്ട് ആയിരിക്കും. നമ്മൾ ലൈറ്റ് ലോഡ്, ഫാനുകൾ, വീട്ടിലെ എക്യുപ്മെൻറ്റ്സിനൊക്കെ നമ്മൾ ഈ 230 വോൾട്ട് യൂസ് ചെയ്യും. അതുപോലെ വലിയ മെഷീൻസിലൊക്കെ നമ്മൾ 415 വോൾട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതിന് പറയുന്ന പേരാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ട്രാൻസ്ഫോമേഴ്സ് മുതൽ കൺസ്യൂമർ പെർമിസസ് വരെയുള്ള
ആ ഒരു ഡിസ്ട്രിബ്യൂഷന് പറയുന്ന പേരാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു പവർ സപ്ലൈ സ്കീമിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ട്രാൻസ്മിഷൻ, സെക്കൻഡറി ട്രാൻസ്മിഷൻ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. പവർ സ്റ്റേഷൻ മുതൽ റിസീവിംഗ് സ്റ്റേഷൻ വരെ ഉള്ള ആ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ പറയുന്ന പേരാണ് പ്രൈമറി ട്രാൻസ്മിഷൻ. റിസീവിംഗ് സ്റ്റേഷൻ മുതൽ സബ്സ്റ്റേഷൻ വരെയുള്ള ട്രാൻസ്മിഷന് പറയുന്ന പേരാണ് സെക്കൻഡറി ട്രാൻസ്മിഷൻ. സബ്സ്റ്റേഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ വരെയുള്ള ആ സ്കീമിനെ പറയുന്ന പേരാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ഏരിയയിലും നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഫേസ് 3 വയർ സിസ്റ്റമാണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ മുതൽ കൺസ്യൂമേഴ്സ് വരെയുള്ള ആ ഒരു നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ നമ്മൾ 3 ഫേസ് 4 വയർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. എലമെൻറ്റ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ 3 എലമെൻറ്റ്സ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. 1 ഫീഡേഴ്സ്, 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, 3 സർവീസ് ലൈൻസ് ഓർ സർവീസ് മെയിൻസ്. അവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫീഡർ. എന്താണ് ഫീഡർ? Those electrical lines which connect generating station or substation to distributors are called feeders. ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റേഷനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഇലക്ട്രിക് ലൈൻസിന് പറയുന്ന പേരാണ് ഫീഡേഴ്സ്. ഈ ഫീഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കറണ്ട് ഇൻ ഫീഡേഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ് വൈൽ ദി ലെവൽ ഓഫ് വോൾട്ടേജ് മേ ബി ഡിഫറെൻറ്റ്. ഈ ഫീഡറിൽ ഉള്ള കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും, വോൾട്ടേജ് ലെവല് വ്യത്യസ്തമാവാം. നമുക്ക് പ്രൈമറി ട്രാൻസ്മിഷനും സെക്കൻഡറി ട്രാൻസ്മിഷനൊക്കെ വ്യത്യസ്ത ലെവലിലുള്ള വോൾട്ടേജാണ് യൂസ് ചെയ്യുന്നത്. വോൾട്ടേജ് ലെവല് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ കറണ്ട് സെയിം ആയിരിക്കും. ദി കറണ്ട് ഫ്ലോയിങ് ഇൻ ദി ഫീഡേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് കണ്ടക്ടേഴ്സ്. ഒരു ഫീഡറിലൂടെ എത്ര കറണ്ട് പോവും എന്നതിന് ആ ഫീഡറിൻ്റെ സൈസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫീഡറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. ഈ ഫീഡറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫീഡേഴ്സിൽ നിന്ന് ടാപ്പിങ്സ് പോസിബിൾ അല്ല. ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പവർ എടുക്കാൻ പറ്റില്ല. അത് കൺസ്യൂമേഴ്സിന് അതിൽ നിന്ന് പവർ പ്രൊവൈഡ് ചെയ്യില്ല. അത് ജനറേറ്റിംഗ് സ്റ്റേഷനുകളും സബ്സ്റ്റേഷനുകളും അതുപോലെ സബ്സ്റ്റേഷനുകളും ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകളും ഒക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പവർ ലൈൻസിന് പറയുന്ന പേരാണ് ഫീഡർ. ഈ ഒരു ഇലക്ട്രിക്കൽ പവർ സപ്ലൈ നെറ്റ്വർക്കാണ് കാണിച്ചുള്ളത്. ഇവിടെ ഈ SM ആൻഡ് SO ആണ് ഫീഡർ. ഈ S എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ ആവാം അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ ആവാം. ഈ സബ്സ്റ്റേഷനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലൈൻസ് അവയെ പറയുന്ന പേരാണ് ഫീഡർ. ഇവിടെ SM അല്ലെങ്കിൽ SO ഫീഡേഴ്സ് ആണ്. ഇനി ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് സർവീസ് മെയിൻസ്. നമ്മൾ പറഞ്ഞു നോ കൺസ്യൂമർ ഈസ് ഗിവൺ ഡയറക്റ്റ് കണക്ഷൻ ഫ്രം ദി ഫീഡർ. ഇൻസ്റ്റെഡ് ദി കൺസ്യൂമർ ആർ കണക്റ്റഡ് ടു ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ ദെയർ സർവീസ് മെയിൻസ്. കൺസ്യൂമേഴ്സിന് ഫീഡറിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്നില്ല, പകരം കൺസ്യൂമേഴ്സ് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് നമ്മൾ പവർ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ സർവീസ് മെയിൻസ്. നമ്മൾ സർവീസ് മെയിൻ അല്ലെങ്കിൽ സർവീസ് വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രം വെയർ കൺസ്യൂമർ ഗെറ്റ് ഇലക്ട്രിക് സപ്ലൈ ഈസ് കോൾഡ് ഡിസ്ട്രിബ്യൂട്ടർ. ഒരു കൺസ്യൂമറിന് എവിടെ നിന്നാണോ സപ്ലൈ കിട്ടുന്നത് ആ ലൈനുകളെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ. നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ ലൈന് പോകുന്നുണ്ടാവും, അതിൽ നിന്ന് ഒരു സർവീസ് ലൈന് വെച്ചിട്ടാണ് വീട്ടിലേക്ക് കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ വീട്ടിൻ്റെ മുന്നിലൂടെ പോകുന്ന ആ ലൈനുകളെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ. അതിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കുന്ന ആ കേബിളിനെ പറയുന്ന പേരാണ് സർവീസ് മെയിൻ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കറണ്ട് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഈച്ച് സെക്ഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂട്ടർ വൈൽ വോൾട്ടേജ് മേ ബി സെയിം. ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ വ്യത്യസ്ത സെക്ഷനുകളിൽ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ വരികയാണ് ദൂരസ്ഥലത്തേക്ക്, കുറച്ച് ഡിസ്റ്റൻസിലേക്ക്. അപ്പോൾ അതിലുള്ള കറണ്ട് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്
അടുത്തായിരിക്കും. ഈ ലാസ്റ്റ് ലോഡ് സെൻറ്ററിലേക്ക് എത്തുന്ന സമയത്ത് അതിലുള്ള കറണ്ട് കുറഞ്ഞു വരും. പക്ഷേ വോൾട്ടേജ് ലെവല് സെയിം ആയിരിക്കും. അതിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഈ വോൾട്ടേജ് ഡ്രോപ്പ് മാക്സിമം കുറക്കുന്ന രീതിയിലായിരിക്കും ഈ ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തുള്ള കൺസ്യൂമറിന് നല്ല വോൾട്ടേജ് കിട്ടും, എൻഡിലുള്ള കൺസ്യൂമറിന് കുറഞ്ഞ വോൾട്ടേജ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ വോൾട്ടേജ് ഡ്രോപ്പ് കുറയുന്ന രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ. അങ്ങനെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. The normal cable which is connected between distributor and consumer load terminal are called service line or service main. നമ്മൾ പറഞ്ഞു ഈ ഡിസ്ട്രിബ്യൂട്ടറും കൺസ്യൂമറും കൺസ്യൂമറെ ടെർമിനൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വയറിനെ പറയുന്ന പേരാണ് സർവീസ് ലൈൻ ഓർ സർവീസ് മെയിൻ. ഈ ഡയഗ്രത്തിൽ MN ആൻഡ് NO, OP, PM ഒക്കെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അല്ലെങ്കിൽ MNO, MPO എന്ന് പറയാം, അത് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഈ കാണുന്ന ആരോസ് ആണെന്ത് സർവീസ് മെയിൻസ്. ക്ലിയർ? ഒരു ടിപ്പിക്കൽ പവർ സപ്ലൈ സിസ്റ്റമാണ്. ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഇതിൽ വോൾട്ടേജ് ലെവൽ കുറച്ച് കൂടുതൽ കാണിച്ചിട്ടുണ്ട്. 11 kV അല്ലെങ്കിൽ 13 kV പ്രൊഡ്യൂസ് ചെയ്തു. അതിനെ നമ്മൾ ഒരു സ്റ്റെപ്പ് അപ്പ് പവർ ട്രാൻസ്ഫോമർ വെച്ചിട്ട് 220 kV അല്ലെങ്കിൽ 500 kV ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. അതിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് പ്രൈമറി ട്രാൻസ്മിഷൻ. ഈ പ്രൈമറി ട്രാൻസ്മിഷൻ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലേക്ക് ഈ പവറിനെ എത്തിക്കും. അതിനെ നമ്മൾ റിസീവിങ് സ്റ്റേഷൻ എന്ന് പറയും. 3 phase 3 wire സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈ 220 kV അല്ലെങ്കിൽ 500 kVയെ 132 kV അല്ലെങ്കിൽ 66 kV ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഇനി ഈ 132 kV or 66 kVയെ ഒരു സബ്സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് സെക്കൻഡറി ട്രാൻസ്മിഷൻ. ഇവിടെയും നമ്മൾ 3 phase 3 wire സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രൈമറി ട്രാൻസ്മിഷനും സെക്കൻഡറി ട്രാൻസ്മിഷനും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ടവേഴ്സാണ്. ഇവിടെ കാണാം, സ്റ്റീൽ ടവറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു സബ്സ്റ്റേഷനിൽ ഈ 132 kV അല്ലെങ്കിൽ 66 kVയെ 11 kV ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. നമ്മൾ എന്നിട്ട് ഈ 11 kVയെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷന് വേണ്ടി യൂസ് ചെയ്യും. ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നടത്തുന്നത് 3 phase 3 wire സിസ്റ്റത്തിൽ കൂടിയാണ്. അവിടെ നമ്മൾ കോൺക്രീറ്റ് പോളുകൾ അല്ലെങ്കിൽ സ്റ്റീൽ റെയിൽ പോളുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ 11 kVയെ നമ്മൾ ബിഗർ കൺസ്യൂമേഴ്സിന് നേരിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇനി സാധാ കൺസ്യൂമേഴ്സിന് നമ്മൾ ഈ പവർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ 11 kV വോൾട്ടേജിന് 415 വോൾട്ടേജ് 3 ഫേസിലും 230 അല്ലെങ്കിൽ 240 വോൾട്ടേജ് സിംഗിൾ ഫേസിലുമായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഈ ട്രാൻസ്ഫോമറിന് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയും. ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത വോൾട്ടേജിന് നമ്മൾ 3 phase 4 wire സിസ്റ്റത്തിലൂടെ കൺസ്യൂമേഴ്സിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനെ നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇതാണ് ഒരു AC പവർ സപ്ലൈ സിസ്റ്റം. DC ട്രാൻസ്മിഷൻ, DC പവറാണ് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ DC ട്രാൻസ്മിഷൻ എന്ന് പറയും. ഇവിടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് AC വോൾട്ടേജ് ആയിരിക്കും. അതിനെ നമ്മളൊരു സെൻഡിങ് എൻഡ് ട്രാൻസ്ഫോമർ വഴി സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഈ സ്റ്റെപ്പ് അപ്പ് ചെയ്ത AC വോൾട്ടേജിനെ ഒരു മെർക്കുറി ആർക്ക് റെക്ടിഫയർ വെച്ചിട്ട് നമ്മൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഈ ലോഡ് സെൻറ്റേഴ്സിൽ നിന്ന് അതിനെ നമ്മൾ AC ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ തൈറാട്രോൺ യൂസ് ചെയ്യും. ഈ കൺവേർട്ടഡ് ACനെ നമ്മൾ ഒരു റിസീവിങ് എൻഡ് ട്രാൻസ്ഫോമർ വഴി സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഈ ഹൈ വോൾട്ടേജാണ് നമ്മൾ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുക. കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് ലോ വോൾട്ടേജാണ്. അതുകൊണ്ട് നമ്മൾ TR
ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അതിനെ നമ്മൾ 3 ഫേസ് AC ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് DC ട്രാൻസ്മിഷൻ ലൈൻ. അഡ്വാൻറ്റേജസ് ഓഫ് DC ട്രാൻസ്മിഷൻ. DCയിൽ 2 കണ്ടക്ടേഴ്സ് മാത്രം ആവശ്യമുള്ളൂ, ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇനി DCയിൽ ഇൻഡക്റ്റൻസ് ഇല്ല, കപ്പാസിറ്റൻസ് ഇല്ല, ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് അവ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇല്ല, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇല്ല, അവ കൊണ്ടുള്ള ലോസ് കുറവാണ്. അതുകൊണ്ട് DC ട്രാൻസ്മിഷൻ ലൈനുകളിൽ വോൾട്ടേജ് ഡ്രോപ്പ് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു AC ട്രാൻസ്മിഷൻ. ഇനി DCയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ DCയിൽ സ്കിൻ എഫക്റ്റ് ഇല്ല. സ്കിൻ എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിൻ്റെ സർഫസിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് സ്കിൻ എഫക്റ്റ്. അത് DCയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ എൻറ്റയർ കണ്ടക്ടർ നമുക്ക് യൂസ്ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് മെറ്റീരിയൽസിനെ സേവ് ചെയ്യും. AC ഉപയോഗിക്കുന്ന അത്രയും ക്രോസ് സെക്ഷനുള്ള മെറ്റീരിയൽ DCയിൽ ആവശ്യമില്ല എന്നർത്ഥം. ഇനി DCയിലുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിന് ആസ് കമ്പയർഡ് ടു AC സ്ട്രെസ് കുറവായിരിക്കും. അതുപോലെ തന്നെ DC ലൈനുകളിൽ കൊറോണ ലോസ് കുറവായിരിക്കും. എന്താ കൊറോണ ലോസ്? ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു ഹിസ്സിങ് നോയ്സ്, അതുപോലെ തന്നെ അതിൻ്റെ സറൗണ്ടിങ് എയർ മോളിക്യൂൾസ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു വയലറ്റ് ഗ്ലോ എന്നിവ പ്രൊഡ്യൂസ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് കൊറോണ ലോസ്. ഈ കൊറോണ ലോസ് DCയിൽ കുറവായിരിക്കും. നമ്മളൊരു ഹൈ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടവേഴ്സിൻ്റെ താഴെ പോയി നിന്നാൽ നമുക്കൊരു ശബ്ദം കേൾക്കാം, ഇസ്സറിനുള്ളൊരു ശബ്ദം കേൾക്കാം. അതൊക്കെ ഈ കൊറോണ ലോസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് DCയിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർഫറൻസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടുകളും കുറവായിരിക്കും. ഫ്രീക്വൻസി ഇല്ല DCക്ക്, അതുകൊണ്ട് ഈ ഇൻ്റർഫറൻസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടുകൾ കുറവായിരിക്കും. ഹയസ്റ്റ് DC ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഇൻ ഇന്ത്യ ഈസ് 800 kV. 800 kV ആണ് ഏറ്റവും കൂടിയ DC ട്രാൻസ്മിഷൻ വോൾട്ടേജ് നമ്മുടെ രാജ്യത്ത്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് DC ട്രാൻസ്മിഷൻ. ഒന്ന്, ഈ DC പവർ ജനറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ കമ്മ്യൂട്ടേഷൻ ആവശ്യമാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ACയെ കമ്മ്യൂട്ടേറ്റർ വഴി DC ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേഷൻ. അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ കൺസ്യൂമർ എൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് AC ആണ്. കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്നത് AC ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഈ DCയെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. അതുപോലെ തന്നെ DCയെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക AC-യിലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇത് DCയുടെ ഒരു പ്രധാന ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് AC ട്രാൻസ്മിഷൻ. നമുക്ക് AC പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ കമ്മ്യൂട്ടേഷൻ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് അതിനെ കൺവീനിയൻ്റ് ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം യൂസിങ് ട്രാൻസ്ഫോമേഴ്സ്. നമ്മുടെ ഹൈ വോൾട്ടേജ് ആണ് ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ലോസസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള AC ട്രാൻസ്മിഷൻ വോൾട്ടേജ് 765 kV ആണ്. ഇനി അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. ഇതിൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവും, കപ്പാസിറ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതിൽ ലോസസ് ഉണ്ടാവും, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിൻ എഫക്റ്റ് ഉണ്ട് AC-യിൽ. അതുകൊണ്ട് മോർ കോപ്പർ ആവശ്യമാണ്. കൺസ്ട്രക്ഷൻ ഓഫ് AC ട്രാൻസ്മിഷൻ ലൈൻ ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ആസ് വെൽ ആസ് കോസ്റ്റ്ലി. അതുപോലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഈ AC ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. കാരണം ഈ സ്കിൻ എഫക്റ്റ് കൊണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ലോസ് കൂടുതലായിരിക്കും. ഈ ലോസ് കുറക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ ക്രോസ് സെക്ഷനുള്ള കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അത്
എക്കണോമിക്കൽ അല്ല. ഈ എ സി ട്രാൻസ്മിഷനും ഡി സി ട്രാൻസ്മിഷനും നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഡി സി ട്രാൻസ്മിഷൻ ഈസ് സുപ്പീരിയർ ടു ഹൈ വോൾട്ടേജ് എ സി ട്രാൻസ്മിഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഡി സി ട്രാൻസ്മിഷൻ അതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ KSEBയും നമ്മുടെ പവർ ഗ്രിഡിൽ നിന്ന് കേരളത്തിലേക്ക് സപ്ലൈ കൊണ്ടുവരാൻ ഡി സി ലിങ്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവിടെ കൺവേർട്ടേഴ്സും ഇൻവെർട്ടേഴ്സും ആവശ്യമാണ്. ഡി സി ട്രാൻസ്മിഷനിൽ നമുക്ക് 30 മെഗാവാട്ട്സ് വരെ കപ്പാസിറ്റിയുള്ള 400 കിലോ വോൾട്ടേജ് റേറ്റിംഗ് ഉള്ള ഡിവൈസുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഈ പ്രസൻറ്റ് ഡേയ്സിൽ ജനറേഷന് വേണ്ടി എ സി ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഡി സി പവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഈ പവർ സിസ്റ്റത്തിലുള്ള ട്രെൻഡ്. ഇനി ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ്റെ അഡ്വാൻറ്റേജസ്. നമ്മൾ ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ 11 kV പ്രൊഡ്യൂസ് ചെയ്ത ആ 11 kVയെ 132 kV അല്ലെങ്കിൽ 220 kV അല്ലെങ്കിൽ 400 kV നമ്മൾ ഇന്ത്യയിൽ 765 kV വരെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ VI cos phi ആണ്. ഇനി 3 ഫേസ് പവർ ആണെന്നുണ്ടെങ്കിൽ √3 VI cos phi. അപ്പോൾ ഈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ ഇവിടെ കറണ്ട് കുറയും. ഓക്കെ, അല്ലെങ്കിൽ കറണ്ട് = പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ഇൻറ്റു cos phi. അപ്പോൾ വോൾട്ടേജ് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. വോൾട്ടേജിൻ്റെ വാല്യൂ കൂടുമ്പോൾ കറണ്ട് കുറയും. ഈ കറണ്ട് കുറയുന്നതോടുകൂടി നമുക്ക് ലൈനിലുള്ള ലോസ് കുറയും. അതുപോലെ സ്വിച്ച് ഗിയേഴ്സിൻ്റെ സൈസ് കുറക്കാം. സ്വിച്ച് ഗിയേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, റിലേസ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഐസൊലേറ്റേഴ്സ്, അതിനൊക്കെ പറയുന്ന പേരാണ് സ്വിച്ച് ഗിയർ. അതിൻ്റെയൊക്കെ കപ്പാസിറ്റി നമുക്ക് കുറക്കാം. അതുപോലെ തന്നെ പവർ ലോസ് P = I²R ആണ്. അപ്പോൾ കറണ്ട് കുറയുമ്പോൾ പവർ ലോസ് ഒരുപാട് കുറയും. ബിക്കോസ് പവർ = I²R. These are the advantages of high voltage transmission. Various systems of power transmission. നമ്മൾ പവർ ട്രാൻസ്മിഷന് വേണ്ടി ഈ താഴെ പറയുന്ന സിസ്റ്റങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. DC സിസ്റ്റം, DC 2 wire വിത്ത് മിഡ് പോയിൻ്റ് എർത്തഡ്, DC 3 wire, സിംഗിൾ ഫേസ് AC, അതിൽ സിംഗിൾ ഫേസ് 2 wire വിത്ത് മിഡ് പോയിൻ്റ് എർത്തഡ്, സിംഗിൾ ഫേസ് 3 wire, 2 ഫേസ് AC സിസ്റ്റം, അതിൽ 2 ഫേസ് 4 wire, 2 ഫേസ് 3 wire, 3 ഫേസ് AC സിസ്റ്റം, അതിൽ 3 ഫേസ് 3 wire, 3 ഫേസ് 4 wire. ഇത്രയും സിസ്റ്റങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.